F91Wകളുടെ ലോകത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ്. F91WG-9QDF. അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല. കാസിയോ ലവേഴ്സിന്റെ ഇടയിൽ ഇവന് മറ്റൊരു പേരാണ് ഗോൾഡൻ ട്രിം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലുട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പേഴ്സണലി ഒരു ഗോൾഡൻ കളറിന്റെ ആരാധകനല്ല, പക്ഷെ ഈ വാച്ച് എന്നെ ഗോൾഡൻ കളറിന്റെ ഒരു ആരാധകനാക്കി മാറ്റിയ വാച്ചാണ്. ഇതിന്റെ പ്രത്യേകത ഇതിൽ ഓവറായിട്ടുള്ള ഗോൾഡൻ കളറിന്റെ ഉപയോഗം ഇല്ല എന്നുള്ളതാണ്. അടുത്തു വന്ന് നോക്കും വരെ ഇതൊരു സാധാരണ F91W ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. നേരിട്ട് കാണുമ്പോൾ അല്ലാതെ ഈ വാച്ചിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവില്ല. ഭയങ്കര രസമുള്ള ഒരു വാച്ചാണ്. ഇതിന്റെ വാച്ച് ഫേസിലെ വാട്ടർ റെസിസ്റ്റന്റ് എന്നുള്ള എഴുത്തൊഴികെ ബാക്കിയെല്ലാം ഗോൾഡൻ കളറാണ്. ഡിസ്പ്ലേക്കും ഗോൾഡൻ ടിന്റ് ആണ്. അതാണ് ഈ വാച്ചിന്റെ ഭംഗി. ഈ വാച്ചിന്റെ അളവുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു F91W ഒന്നും ഒരു വ്യത്യാസവും ഈ വാച്ചിനില്ല. ഇതൊരു 35mm വാച്ചാണ്. ലെഗ് ടു ലെഗ് 38mm ആണ്. വെറും 8.5mm മാത്രമാണ് തിക്നെസ്. എത്ര ചെറിയ റിസ്റ്റ് ആയാലും ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇതൊരു റെസിൻ ബിൽറ്റ് വാച്ചാണ്. കേസും ഗ്ലാസും സ്ട്രാപ്പും എല്ലാം റെസിനാണ്. ബാക്ക് പ്ലേറ്റ് മാത്രം സ്റ്റീലാണ്. മെയ്ഡ് ഇൻ ചൈനയാണ് ഈ മോഡൽ. ഇത് മെയ്ഡ് ഇൻ ചൈനയാണെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ. ഒട്ടനവധി കാസിയോ വാച്ചുകൾ ചൈനയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഒട്ടനവധി ഐഫോണുകൾ ചൈനയിൽ നിർമ്മിക്കുന്ന പോലെ തന്നെ. പലരും ചോദിക്കാറുണ്ട് F91W വലിയ സൈസ് ഉണ്ടോന്ന്. ഇത് വലിയ സൈസ് ഇല്ല. ഇത് ഒരു സൈസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇതേ ലുക്കിൽ ഉള്ള ഒരു വലിയ വാച്ച് ഉണ്ട്, W217H. അതൊരു 41mm വാച്ചാണ്. സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷെ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആണ്. ലൈറ്റിംഗ് കുറച്ചും കൂടി മെച്ചാണ്. വലിയ മോഡൽ വേണമെന്നുള്ളവർക്ക് അത് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഡിസൈനിനെ കുറിച്ച് അധികമായിട്ടൊന്നും പറയാനില്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആ ക്ലാസിക് F91Wന്റെ ഡിസൈൻ തന്നെയാണ് ഇതിനും. പക്ഷെ ഗോൾഡൻ ടിന്റ് ആണെന്ന് മാത്രം. ബട്ടണുകളും ഗോൾഡൻ കളർ തന്നെയാണ്. ഈ വാച്ച് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. F91നെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനും പ്രസിഡന്റും തീവ്രവാദികളും ഉപയോഗിച്ച് വാച്ച് എന്നാണ് ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അലാം, സ്റ്റോപ്പ് വാച്ച്, അവർലി ടൈം സിഗ്നൽ, 24 അവർ, ഡേറ്റ്, മന്ത്, ഇതൊക്കെയാണ് ഈ വാച്ചിലെ ഫീച്ചറുകൾ. ഫുൾ ഓട്ടോ കലണ്ടർ അല്ല. ലൈറ്റ് ഉണ്ട്, പക്ഷെ എല്ലാ F91കളെയും പോലെ തന്നെയുള്ള ലൈറ്റ് ആണ് ഇതിലും. അത് ഈ F91Wന്റെ ഒരു ട്രേഡ് മാർക്കാണ് കേട്ടോ. അത് അവർക്ക് മാറ്റാൻ പറ്റാഞ്ഞിട്ടല്ല, മാറ്റാഞ്ഞിട്ടാണ്. വെറും 21 ഗ്രാം മാത്രമാണ് ഭാരം വരുന്നത്. ഓൾമോസ്റ്റ് 7 years ബാറ്ററി ലൈഫ് കിട്ടും. വാട്ടർ റെസിസ്റ്റന്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഡൈവിംഗ് ഒഴികെ ബാക്കി എന്തും ചെയ്യാം. ഈ വാച്ചിൽ വെള്ളം കയറിയതായിട്ട് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്റെ അനുഭവത്തിലും ഇല്ല. 2 വർഷം വാറന്റി ഉണ്ട്. ±30 seconds per month ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വാച്ചാണ് F91W. സ്മാർട്ട് വാച്ച് അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് ഒരു ഡി അഡിക്ഷൻ മരുന്ന് കൂടിയാണ് ഈ വാച്ച്. അത് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ മാത്രമല്ല, F91W ഏത് മോഡലായാലും വർക്കാവും. കയ്യിലെടുക്കുന്നത് അറിയ പോലും ഇല്ല. എൻ്റെ ഒരു 6 inch റിസ്റ്റ് ആണ്. ഈ റിസ്റ്റ് സൈസിന് ഇത് ഓക്കെയാണ്. പക്ഷെ വലിയ റിസ്റ്റ് ഉള്ളവർക്ക് അത്ര സെറ്റ് ആവണമെന്നില്ല. F91W ആർക്കും കണ്ണും പൂട്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വാച്ചാണ്. അതിൽ തന്നെ റയർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഗോൾഡൻ ട്രിം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കളക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാച്ചാണ്. ഇന്ത്യയിൽ ഈ മോഡൽ അവൈലബിൾ അല്ല. പുറമേ നിന്ന് എവിടെന്നെങ്കിലും കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഏകദേശം 2000-2500 ഇന്ത്യൻ രൂപ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത്രയൊക്കെയാണ് വില. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ടെക്ലുട്ടാപ്പി തന്നെയാണ് പേര്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.